ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓറഞ്ച് ലൈം സിറപ്പാണ്. അപ്പോൾ ഈ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ജ്യൂസൊക്കെ ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്ക് ഓറഞ്ച് ലൈം സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് ഒരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഷുഗർ സോസ് പാനിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് തിളച്ചത് സിറപ്പായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് അതിൻ്റെ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് നമുക്കൊരു വെള്ളത്തിൻ്റെ ഒരു തിക്നെസ് വരണം. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ ഷുഗറൊക്കെ കംപ്ലീറ്റ് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് തിളക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നല്ല തിളക്കുന്നുണ്ട്. തിളച്ചിട്ട് ഒന്ന് നമുക്ക് തിക്കാവണം ഈ സിറപ്പ്. അപ്പോൾ തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമ്മൾ തിളച്ച് ഷുഗറൊക്കെ മെൽറ്റായി സിറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അരിപ്പക്കൂടെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സിറപ്പിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ജ്യൂസ് നമുക്ക് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ഓറഞ്ച് എടുത്തിട്ടുണ്ട്, 3 ലൈമും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കണമെങ്കിൽ ഓറഞ്ച് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലിടുക. എന്നിട്ട് പൾസിലിട്ടിട്ട് അതേമാതിരി ഒന്ന് ഓഫാക്കുക, ഒന്ന് ഓണാക്കുക. അതുപോലെ ഇട്ട് അടിച്ചതിന് ശേഷം അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞിട്ട് എടുത്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് മിക്സിയിലിട്ട് അടിക്കരുത്. അപ്പോൾ അതിൻ്റെ കുരു കുടുങ്ങിയിട്ട് കയ്പ്പ് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തേക്കുക. പിന്നെ ഇതൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് അരിപ്പക്കൂടെ അരിച്ചിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നാരങ്ങയുടെ ജ്യൂസ് ഞാൻ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിറപ്പ് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. നല്ല തണുത്ത് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെയും ലൈമിൻ്റെയും ജ്യൂസ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് എത്ര ഉണ്ട് നോക്കാം. 1 കപ്പ് ചേർത്ത് കൊടുത്ത് അങ്ങനെ 1/4 കപ്പും കൂടി ഉണ്ട്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈം ജ്യൂസ് എത്ര ഉണ്ട് നോക്കാം. ഒരു 3/4 കപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ 2 കപ്പ് ജ്യൂസ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ 2-3 ആഴ്ചയൊക്കെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ജ്യൂസാക്കി എടുത്താൽ മതി. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ ആക്കുന്ന സമയത്ത് അതിലൊട്ടും വെള്ളം ഉണ്ടാവരുത്. നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ബോട്ടിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി നമുക്കിതെങ്ങനെ ജ്യൂസാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഒരു ഗ്ലാസ്സിലോട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ചേർത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് സിറപ്പ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായമൊക്കെ അറിയിക്കണം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.